ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും കാലിങ്ങനെ ഞൊണ്ടി നടക്കുന്നുണ്ട്. അപ്പം പ്രസന്ന പറഞ്ഞായിരുന്നു, വിജി അവനിപ്പം വലുതായില്ലേ, തന്നെ വരാൻ അറിയാമല്ലോ, എന്തിനാ മഴയും പിടിച്ച് എൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. അതെൻ്റെ പ്രസന്നെ അവൻ തന്നെ ഇപ്പം 6th സ്റ്റാൻഡേർഡ് തൊട്ട് അവൻ തന്നെ വരുന്നത്. ഞങ്ങൾ പോകാറില്ല. പക്ഷേ അന്ന് ഭയങ്കര മഴ. ഒരത്ത ഉമ്മയല്ലേ ഞാൻ. പ്രോളും പറഞ്ഞു പിന്നെ എപ്പോഴും ഇങ്ങനെ ഞാൻ എന്തെങ്കിലും മഴ വരുമ്പോൾ ഒന്ന് പോടാന്ന് പറയുമ്പം അവനെന്ന് പറയും, മമ്മി എന്ന് അവൻ തന്നെ വന്ന് പഠിക്കട്ടെന്ന്. അന്നേരം ഇവരുടെ പപ്പ ഇതുപോലെ തന്നെ. ഇവർ രണ്ടുപേരും ഇതുപോലെ പറയും, അവൻ പഠിക്കട്ടെ, അവൻ ഇനി എന്നാ പഠിക്കുന്നത്. എടാ ഞാൻ പറഞ്ഞ്, എടാ പോളെ നീ എവിടെയെങ്കിലും പോയാലും ഞാനിങ്ങനെ ആയിരിക്കും, അമ്മമാരെല്ലാം ഇങ്ങനെയാന്ന് പറഞ്ഞു. അന്ന് പിന്നെ പോൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവനെ ഒന്ന് വിളിക്കാൻ പോയതാ. ഇപ്പം ചിരിക്കുന്നു ഞാൻ. ചെന്ന് വീണത് നമ്മുടെ സീനിയർ സിറ്റിസൺ അങ്കിൾമാരുടെ മുമ്പിൽ. എന്നും ഇപ്പോഴാണ് അതിൻ്റെ അന്ന് വന്നുടനെ പിന്നെ പെയിൻ കില്ലർ എടുത്ത് കഴിച്ച് ഇപ്പം മെഡിസിൻ കഴിക്കുന്നുണ്ട്. ആ മെഡിസിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ ഇത്രയും മാംസമുള്ള ശരീരമല്ലേ, അപ്പം വീണുടനെ ഒരു ഉടച്ച് എങ്ങും നടുവൊന്നും ഇടിച്ചല്ല വീണത്. ഇങ്ങനെ കുഞ്ഞു സമയത്ത് കാല് ബാലൻസ് കിട്ടാതെയാണ് ഞാനങ്ങ് ഇരുന്നങ്ങ്. അപ്പോൾ ആ ഇടത്തെ കാലൊന്നും മടങ്ങി മുട്ട് കുത്തിയാൻ പറഞ്ഞാൽ ഈ വലത്തെ കാലം എനിക്ക് മടക്കാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും അതുകൊണ്ട് ഞാൻ വർഷങ്ങളോട് താഴെ ഇരിക്കത്തേ ഇല്ല. ഇരുന്നാൽ ഇതുപോലെ ആരെങ്കിലും നമ്മൾ വണ്ണം ഇല്ലാത്തവരാണെങ്കിൽ എടുത്ത് എപ്പോഴും പിടിച്ച് പൊക്കാൻ നോക്കാം. ഇതിപ്പോൾ നമുക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പം എൻ്റെ ആ ഇടത്തെ കാലം തുടയുണ്ടല്ലോ, നമ്മുടെ തൈസാങ് വേദന. ഇപ്പം അതിൻ്റെ കാലിൻ്റെ അടിയിലത്തെ മസിലും നല്ല വേദനയാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ റീച്ചാൻ പറഞ്ഞു റെസ്റ്റ് എടുത്തോ. ഞാൻ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെന്ത് വന്നില്ല, യുവമാർക്ക് കോളാ. ഞാനിന്നൊന്ന് വൈകിട്ട് ചെയ്യാൻ പോയില്ല, സൺഡേ. യുവമാർക്ക് ഇന്ന് വെളിയുന്ന, അതുകൊണ്ട് അവന്മാർക്ക് സന്തോഷം. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോയൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. എല്ലാവരും പറഞ്ഞു, ചേച്ചി സൂക്ഷിക്കണം. അതിനൊക്കെ ഒത്തിരി നന്ദിയോടെ എന്നെ ഇത്രയും നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടല്ലോ, ചേച്ചി സൂക്ഷിക്കണം. ജോജോ പറഞ്ഞു, ചേച്ചി ഒന്നാമത് നടു വയ്യാതിരിക്കും എന്നോട്, ചേച്ചി വീഴുകയും കൂടെ ചെയ്ത്. വാട്സപ്പിലാണെങ്കിലും നമ്മുടെ പാലക്കാട് ചേച്ചി വിളിച്ച് പറഞ്ഞു, കുഞ്ഞിനെ കേട്ടിട്ട് വിഷമം വരുന്നു, എങ്ങനെയുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ. നിങ്ങളുടെ ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ഈ സമാധാനവാക്കും കേൾക്കുമ്പോൾ എൻ്റെ പകുതി വേദന പോകും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ 2 ദിവസത്തെ വീഡിയോയ്ക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് ഇന്ന് രാത്രിയിൽ ഇതും ചെയ്യണം. കാരണം ഞാൻ വേദന കാരണം ഞാൻ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്, എന്നാലും കിടക്കുമായിരുന്നു. കാരണം എനിക്ക് പറഞ്ഞില്ല ഞാൻ, നമ്മുടെ ഈ ബോഡി ഇത്തിരി ഇങ്ങനെ ഫ്ലഷ് മാംസമൊക്കെ ഇത്തിരി ഉള്ളതുകൊണ്ട് അങ്ങ് ഉടഞ്ഞു. അതേസമയം വണ്ണമില്ലാത്ത അപ്പോൾ ഇന്ന് എൻ്റെ ചർച്ചിലൊരു അമ്മ പറയായിരുന്നു, വിജി വണ്ണമില്ലാത്തവരായിരുന്നു വീണെങ്കിൽ കാലൊക്കെ എല്ലാം ഒടിയും, ബിജിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ആ ശരീരത്തെ മാംസം ഉടഞ്ഞെന്ന്. ഓക്കെ, ഇപ്പോൾ പ്രൈസിന് രാവിലെ കൊണ്ടുപോകാനായിട്ട് ഞാൻ എഗ്ഗ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ബ്രെഡും കൊണ്ടങ്ങ് നിൽക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ അവനുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കിയതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇതൊന്ന് പരത്തി എടുക്കട്ടെ. ഞാൻ മാവ് ഒന്ന് കുഴച്ച് വെച്ചായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് അവന് പിന്നെ ചായയൊക്കെ ഇടാനും ചായയ്ക്ക് വെള്ളം വെച്ചതും പാല് കാച്ചാനൊക്കെ പോയതേ. ഇതങ്ങ് ചെയ്ത് കുഴച്ച് വെക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആവുമല്ലേ. അപ്പം ചായയൊക്കെ റെഡി ആയായിരുന്നു. ഇനി ഞാൻ ചായയും കൂടെ ഒന്ന് കൊടുക്കട്ടെ. അവനുള്ളത് ഞാൻ ചപ്പാത്തി അങ്ങോട്ട് പരത്തി വെച്ച് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വെച്ച്. രാവിലെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അന്നേരം രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകാനിട്ടു, വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു, വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി, അങ്ങനെയുള്ള എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ കറി വെക്കണം. കറി വയ്ക്കാമെന്ന് ഞാൻ ചിന്തിച്ചെന്നാൽ, ഞാനാണെങ്കിൽ ആ ഗ്യാസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ എന്തുവന്ന് ഈ വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് പോലെ വീഴുന്നത്. ഞാൻ ചോറ് വെച്ച് ചേർക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവി ഇങ്ങനെ അതിൽ കൂടെ വീഴുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് അത് കണ്ടത്. അപ്പം ഞാനിന്ന് ടൊമാറ്റോ കറി വയ്ക്കാമെന്ന് വെച്ച്. എന്നും എന്താ ഈ കറിയും കൂട്ടാനൊക്കെ വെക്കുന്നത്, മഴയും പിടിച്ച് പച്ചക്കറിയൊക്കെ പോകാനും അങ്ങ് ബുദ്ധിമുട്ടങ്ങ്. അപ്പം ഞാൻ ടൊമാറ്റോ ഒട്ടും പുളിയില്ലാത്ത ടൊമാറ്റോയെ ഒരു 4 എടുത്ത് അതിൽ അരമുറി ഞാൻ എടുത്തില്ലായിരുന്നു, അതിൽ തന്നെ കിടക്കുമായിരുന്നു. പിന്നെ അത് ഞാൻ
കട്ട് ചെയ്തിട്ട് ആദ്യം ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും വഴറ്റി അത് കഴിഞ്ഞ് ടൊമാറ്റോ ഇട്ട് ടൊമാറ്റോ എന്ന് വെച്ചാൽ ഉപ്പൊക്കെ ഇട്ട് ഇടയ്ക്കൊന്ന് അടച്ചു കൊടുക്കും തുറന്നെടുക്കും അന്ന് നന്നായി ഒന്ന് വഴന്ന് വരണം. നന്നായി വഴന്ന് വന്നിട്ട് പിന്നെ ഞാൻ തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊട്ടും പുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ അരപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ആ അരപ്പൊന്ന് കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് ഒന്ന് അരപ്പൊന്ന് നന്നായി ഇങ്ങനെ ഇളക്കി അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ. ടൊമാറ്റോയ്ക്ക് നല്ല വിലയാണ്. പിന്നെ റീച്ചാനെ അബദ്ധത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ട് 2 നിന്നും ടൊമാറ്റോ ഇങ്ങ് വാങ്ങിച്ചു. അപ്പം ടൊമാറ്റോ ഇങ്ങനെ കൂടുതലിരുന്ന് ടൊമാറ്റോയൊക്കെ ഇത്തിരി വെള്ളമയങ്ങാണത്. പിന്നെ ഞാൻ തുടച്ചാൽ വെച്ചത് കുറച്ച് ദിവസമായി അതങ്ങ് പന്നലാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് ടൊമാറ്റോ കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞില്ല ഇച്ചിരി തൈര് കൂടെ ചേർക്കുന്നുണ്ടെന്ന്. ഒട്ടും പുളി ഇല്ലാത്ത ടൊമാറ്റോ ആയതുകൊണ്ട് പുളി ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഞാൻ തൈര് കൂടെ ഒഴിച്ചിട്ട് അതവിടെ ചെറിയ തീയിലിട്ടു. പിന്നെ ഞാൻ ചെറുപയർ കുക്കറിലൊന്ന് വേവിച്ചായിരുന്നു. ആ ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതും ചെറുപയറൂടെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ പയർ കുഴഞ്ഞു പോയില്ല. കാരണം ഈ പയർ വേവിക്കാൻ വെക്കുമ്പോഴേ വെള്ളം ഇത്തിരി കൂടുതലാണെങ്കിൽ അതങ്ങ് വെന്തു പോവും. അത് പയർ സെയിം പയറാണെങ്കിലും ഈ മെത്തേഡിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അതേസമയം വെള്ളം കുറവായിട്ട് നമ്മൾ വേവിക്കുവാണെങ്കിൽ പയർ അങ്ങോട്ട് ഒത്തിരി അങ്ങ് വെന്തിരിക്കത്തില്ല, കല്ല് പോലെ ഇരിക്കും. പിന്നെ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് വീണ്ടും ഒന്ന് വേവിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം കുറവായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വെച്ചോണ്ടേ വെള്ളം ഇച്ചിരി കൂടുതലായിരുന്നു. സെയിം പയർ തന്നെ ആയിരുന്നു. ഒരു വിസിലടിച്ച് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അത് പക്ഷേ വെള്ളം കൂടുതലായതുകൊണ്ട് അതങ്ങ് കറി പോലങ്ങായി. അത് അത്ര ഇഷ്ടമല്ല. ഇവിടെ ഇങ്ങനെ അലന്നലന്ന് കിടക്കുന്ന എനിക്കും ഇഷ്ടം. അപ്പം ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് ഇട്ടതേ. അപ്പം ചതച്ചിടുമ്പം കുറേയും കൂടെ നല്ലതാണ്. അപ്പോൾ തേങ്ങ കുറച്ച് തിരുമ്മിയതേ ഉള്ളായിരുന്നു. അല്ലെങ്കിലും തേങ്ങ ഇപ്പം ഇന്നലെ കടയിൽ വിളിച്ച് വെച്ചിട്ട് തേങ്ങ ഇല്ലെന്നാണ് പറയുന്നത്. വൈകുന്നേരം വരും, അന്നേരം കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. ജിയോ മാർട്ടിൽ നോക്കിയാണേ അവിടെയും അവൈലബിൾ ഇല്ല തേങ്ങ. അന്നേരം ഇന്നിങ്ങനെ വൈകിട്ടിങ്ങനെ ഞാൻ റിച്ചാൻ എനിക്ക് റിച്ചാൻ പറഞ്ഞ് കപ്പ തിന്നാൻ കൊതിയാവുന്നതാണ്. കാരണം ഞങ്ങളിപ്പം സൺഡേ മീറ്റിംഗ് നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നിടത്തല്ല, ഞാൻ നിങ്ങളെ കാണിക്കത്തില്ലായിരുന്നോ, നാട് പോലുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പം നമുക്ക് ഹോള് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു റൂട്ടിലോട്ട്, അല്ലെങ്കിൽ ആ റൂട്ടിൽ പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും സൺഡേ ദിവസം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കേരള കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാമായിരുന്നു. ഇനിയിപ്പോൾ കപ്പയും ഏത്തക്കയൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടെ ഒരു മദ്രാസ് തമിഴ് കടയുണ്ട്. അവിടെ നല്ല റേറ്റാണ്. നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നതിനേക്കായി 20-30 രൂപയൊക്കെ കൂടുതലാണെന്ന്. ഇവിടെ കിട്ടുന്ന കപ്പയും ബൈ ചാൻസിലെങ്ങാനും കിട്ടുന്നത് വേവും ഇല്ല മുട്ടം കപ്പയുണ്ടല്ലേ, അങ്ങനെയുള്ള ടൈപ്പാണ് ഇവിടെ കപ്പയും കിട്ടുന്നത്. അപ്പോൾ ഇനി അതൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ആ സൈഡിലോട്ട് പോകാത്തത് കൊണ്ട് ആകെ ഒരു വിഷമത്തിലിരിക്കുകയാണ് ഞാൻ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കപ്പയൊക്കെ തിന്നായിരുന്നു. അന്നേരം ഞങ്ങൾ ഇവിടെ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ കേരള കടയുടെ തൊട്ടപ്പുറത്ത് അവിടെ എപ്പോൾ വരുമ്പോഴും ഒരു സൈസ് മീനിൻ്റെ സ്മെല്ലുണ്ട്. അപ്പം ഞങ്ങളും ചോദിച്ചെന്നെ പറഞ്ഞു. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ മീൻ ഷോപ്പുണ്ട്. അവിടെ ചെന്ന് കയറി ചോദിച്ചപ്പോഴോ അന്നേരം കേര അവൈലബിൾ അല്ലായിരുന്നു. കേരയുടെ വില കേട്ടോണ്ടേ അന്തം വിട്ടുപോയി. കിലോ 900 രൂപയൊക്കെ. അയ്യോ, ഞാൻ റീച്ച് ചെയ്തെന്തോ സ്വർണ്ണമാണോ കേര. ബാക്കിയുള്ള മീനൊക്കെ ഉണ്ട്, അവർ ക്ലീൻ ചെയ്ത് തരും. അതിൻ്റെ എല്ലാം കൂടെ കൂട്ടിയാണ് എടുക്കുന്നതെന്ന്. ഒരു ഷോപ്പ് പോലാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ നോക്കിയോണ്ടേ കപ്പ ഇങ്ങനെ ജിയോ മാർട്ടിൽ വേറെ ഏതോ ഇവിടെയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. റീചാർജ് ചെയ്ത് ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയോണ്ടേ അവൈലബിൾ അല്ലെന്ന്. പിന്നെ അവരെന്തോത്തിനായി ഇതിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ കൊതിപ്പിക്കാൻ. കണ്ടോ, നമ്മുടെ പയർ തോരനൊക്കെ ഇപ്പോൾ റെഡിയായി. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഗ്രീൻ പീസും സ്പ്രൗട്ട് പോലുള്ള ഗ്രീൻ പീസും കടലയും കൂടെ വെച്ചില്ലേ, അത് താണ്ട് ഇപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ കുറേയും കൂടെ അങ്ങ് കുറുവങ്ങ് തണുക്കുമ്പം അതെടുത്ത് ഞാൻ ചൂടാക്കി ചപ്പാത്തിക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ മീൻ അങ്ങനെ വാങ്ങിച്ചത് ഓൺലൈനിൽ വാങ്ങിച്ചത് 1/2 കിലോയാണ്. ഇത് 4 എണ്ണം അതുണ്ടായിരുന്നു. അത് ഇനിയൊന്ന് വെട്ടിയെടുത്ത് കറി വയ്ക്കണം. ഇനി ടൊമാറ്റോ കറിക്ക് ഞാൻ കടുക് വറുത്തില്ല. കാരണം ഉച്ചയ്ക്ക് ഇവർക്കൊന്നും വേണ്ടല്ലോ, ഇവർ ചപ്പാത്തി അതും കൂട്ടി കഴിക്കും. അപ്പം ഞാനിതിന് സാവകാശം മീനൊക്കെ ഒന്ന് വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ അതിന് കടുക് വറുക്കാമെന്ന് വെച്ച്. പയറ് തോരനും റെഡി ആയല്ലേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ. ശനിയാഴ്ചയില്ലേ, പിന്നെ സൺഡേ ആയതുകൊണ്ട് അങ്ങ് മറന്നുപോയി. കഴിഞ്ഞ വീഡിയോയിൽ പ്രൈസ് അലറിയെന്നും പറഞ്ഞ് ചോദിച്ചില്ല. അതെന്ത് വന്നു
ഇവിടെ ഇവന്മാർ രണ്ടുകൂടെ ഉണ്ടെങ്കിൽ പോൾ ഇടയ്ക്ക് ഈ പ്രൈസൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുവാന്നേലും എന്തെങ്കിലും കിടന്നു അലറും, ഉറക്കെ അലറും. എത്ര അടി തന്നെ ഇത് കിട്ടുമെന്ന് അറിയാം. നമ്മളില്ല പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഇവൻ അലർന്നത്. ഇതും പോള് ഇടയ്ക്കിടയ്ക്ക് എടാ മോനെ ചക്കര എന്നൊക്കെ പറയാൻ ചെല്ലുന്ന ഉടനെ ഇവനത് ഇഷ്ടമല്ല, അതിനലറിയതാണ്. അപ്പം റീച്ചാനും കിടന്ന് പറഞ്ഞ് എടാ പോളെ. എന്നിട്ട് ഞാനെന്താ എൻ്റെ പറച്ചിൽ എന്ത് വന്നോ ഇവൻ അത് നടങ്ങാൻ വേണ്ടി ഇടാ നാട്ടുകാർ കേൾക്കൂടാ. നമ്മളില്ലേ നാട്ടിലത്തെ പറച്ചിലല്ലേ നമ്മളീ പറയുന്നത്, എടാ നാട്ടുകാർ കേൾക്കൂടാന്ന്. അങ്ങനെ കേൾക്കുമ്പോൾ ഇച്ചിരി അന്നേരം കുറച്ച് നേരം അടങ്ങിയിരിക്കും. ഇങ്ങോട്ട് വന്നേട്ടാ ഇവൻ്റെ അതിന് ഇവിടെ ഇവന്മാർ രണ്ടും ഉണ്ടെങ്കിൽ എൻ്റെ പരിപാടി ഇതാ, ഇങ്ങനെ അലറച്ചയും ബഹളവും പ്രൈസൻ പോളി എന്ന് ഇങ്ങനെയൊക്കെ ചക്കരി മുത്തേ ഇങ്ങനെയൊക്കെ. എന്നാൽ ഇവൻ വന്ന് എന്നെ ചക്കിരി മുത്തേ പിങ്കാരി മുത്തേ എന്ന് എന്നെ പറയും, നമ്മളൊന്നും വിടുന്നത്. പക്ഷെ ഇവനെ അതേസമയം ഞാൻ ചെയ്താൽ കുഴപ്പമില്ല, പോള് ചെയ്യാൻ ചെന്നാൽ ഇങ്ങനെ ഐ ലവ് യു പൈസ മോനെ അപ്പോൾ എടാ നിക്ക് എല്ലാവരും ചോദിച്ച് നീ എന്തിനാ കിടന്ന് കരയാൻ, നിന്നെ ആരാണ്ടാ തല്ലി അടിച്ചെന്നും പറഞ്ഞുള്ള ഇതായിരുന്നു. ഇങ്ങോട്ട് വന്നേ നീ. അതൊക്കെയാ ഇവിടെ നടക്കുന്നത്. ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെ രണ്ടുപേരുടെ ചിലപ്പോൾ ഇവൻ ഇരുന്ന് ചിലപ്പോൾ മൊബൈൽ കാണുമായിരിക്കും. അന്നേരം അപ്പച്ചനും പറയും, അപ്പച്ചൻ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. ഇവൻ എന്നും പറഞ്ഞൊരു കൂവക്കാൻ കൂവും. ചില സമയത്ത് തന്നെ താൻ കരഞ്ഞോണ്ട് നടക്കുന്നത് കാണാം. നമ്മളെന്തിക്കും സീരിയസ് ആണ്, ഇതൊന്നുമല്ല. ഇതൊക്കെയാ ഇവിടുത്തെ കാര്യങ്ങൾ. ഇവന്മാർ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവന്മാരുടെ പുറകെ ഓട്ടമാണ്. ചിലപ്പോൾ കൊടുക്കുകയും ചെയ്യും. എത്രമാത്രം ഞാൻ സഹിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു പോളോട് നീ എന്തിനാ ഞോണ്ടാൻ പോകുന്നത്, നീ എന്തിനാ കൂടുതൽ. അവനാണെങ്കിൽ ഇച്ചിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഈ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും അത് കാണാനായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വീണ്ടും ചെയ്യാൻ ചെല്ലും. ഓക്കെ. ഞാൻ അത്രയും മീൻ വെട്ടുന്നത് കാണിച്ചത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിലാന്നേലും അല്ലാതാന്നേലും വിജി മീൻ വെട്ടുന്നത് കാണാൻ ഇഷ്ടമാണ്. മീൻ കഴിക്കാത്തവർ പോലും മീൻ വെട്ടുന്നതും ക്ലീൻ ചെയ്യുന്നതും കാണാൻ അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത്രയൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ചിലരുടെ വീഡിയോ കാണും. ഈ മീനെന്ന് പറയുന്നത് കണ്ട ഉടനെ ഞാൻ ചാടി അത് നോക്കും. ഈ മീൻ വെട്ടുന്നതാണേലും ഇത് ഈ ഞാൻ പറയില്ലേ മീൻ വിൽക്കുന്ന 2 ലേഡിമാരുണ്ട്, അവരുടെ ആണേലും ഞാൻ പോയി കാണുമെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഞാൻ ഒരാളെ കണ്ടു. അപ്പോൾ ആ പുള്ളിക്കാർ തന്നെ എനിക്ക് മെയിലിൽ വന്ന് മെസ്സേജ് ഇങ്ങനെ ഇട്ട് സംസാരിച്ച വഴിക്ക് ഞാൻ ചോദിച്ചായിരുന്നു, ഞാൻ അന്നേരം വീഡിയോ ചോദിച്ചായിരുന്നു, മീൻ കണ്ടിട്ട് കൊതി വരുന്നത് നല്ല ഫ്രഷ് മീനാണെന്നല്ലോ എന്ന്. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ട് പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, വിജി ഞാൻ കൊല്ലത്താണ് എൻ്റെ വീട്, വാടി കടപ്പുറത്തുനിന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞ്. നല്ല പച്ചരി മീനെന്ന് വെച്ചാൽ നല്ല പരിഞ്ഞിലുള്ള മത്തി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കൊതി വരുമെന്നാണ്. നമ്മളില്ലേ ഉള്ള സമയത്ത് നമുക്കിതിൻ്റെ വാല്യൂ അറിയത്തില്ല, ഇല്ലാത്ത സമയത്താണ്. ഉള്ള സമയത്ത് ഈ നമ്മൾ വലിയ കേരയൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടിച്ചൂരയെന്ന് നമ്മൾ പറയും, അതിൻ്റെ കുഞ്ഞതിന് അത് കാണുവാണെങ്കിൽ അതിനെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഏകദേശം ഒരു ഇച്ചിരി കൈവലിപ്പം ഉള്ളതാണെങ്കിലും കൈപ്പത്തിയുടെ വലിപ്പത്തിലുള്ളതാണെങ്കിലും അതിനെ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ ഇപ്പം ചിന്തിക്കുന്ന ആ ഒരു കുട്ടിച്ചൂരയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. അതാണ് നമ്മൾ ഒന്നിനെ അവഗണിക്കരുതെന്ന് പറയുന്നത്. ആ സമയത്ത് അതൊന്നും നമുക്കൊരു വാല്യൂ. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വില അറിയുന്നത്. അപ്പം ഞാൻ എൻ്റെ മീൻകറി താണ്ട തല പോലും കളഞ്ഞിട്ടില്ല. നേരത്തെ ആണെങ്കിൽ തലയൊന്നും എടുക്കത്തില്ലായിരുന്നു, തല സെപ്പറേറ്റ് മാറ്റി വെക്കും, ഡീപ്പ് ഫ്രൈ ചെയ്യാമെന്നും പറഞ്ഞു. ഇപ്പം താണ്ട ഇത് കറിക്കകത്ത് ഇട്ടിട്ടുണ്ട് വാലും ഇതുമായിട്ട്. അപ്പോൾ ഇവിടെ ഇവർക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് പിള്ളേർക്ക് കറിക്ക് കുഴപ്പമില്ല. അപ്പം വറുത്തത് അപ്പച്ചന് മാത്രം കൊടുക്കുമ്പം പ്രൈസും പറയും എനിക്ക് തരാൻ എന്താണ്, അതുകൊണ്ട് ഞാൻ വറക്കുന്നുണ്ടേ അവർക്കൂടെ അങ്ങ് വറക്കും. അപ്പോൾ ഈ കറിക്കകത്തുനിന്ന് എടുക്കാൻ ആകെ 4 മീനേ ഉള്ളായിരുന്നു. വാല് 4 എണ്ണേ ഉള്ളൂ, പിന്നെ തലയും 4 എണ്ണം. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. അപ്പം പ്രൈസിന് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ പ്രൈസിന് മാത്രമല്ല എല്ലാവർക്കും വിശപ്പുണ്ട്. അപ്പോൾ അവൻ തന്നെ ബ്രെഡിൻ്റെ അകത്തൊരു ചീസൊക്കെ വെച്ച് ഓവൻ്റെ അകത്ത് അതൊന്ന് ചൂടാക്കിയതാണ്. അവനതൊന്ന് മെൽറ്റാവണം നമ്മുടെ ചീസ്. ഞാനാണെങ്കിൽ തവയെ വെച്ച് മുരിച്ചു കൊടുക്കും.
ഇപ്പം ഞാൻ പിന്നെ ടൊമാറ്റോയ്ക്ക് കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം ആയണേ ആ മീൻ കറിക്കകത്തുനിന്ന് എടുത്ത് ഇങ്ങനെ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പച്ചൻ കഴിച്ചോളും കേട്ടോ. കറിയാ ചില സമയത്ത് വേണ്ടാത്തത്. അപ്പം ഞാൻ ഈ കറിക്കകത്തുനിന്ന് 3 വാലെടുത്ത് അവർക്ക് 3 വറുത്ത് കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ എനിക്കാണെങ്കിൽ ആ തലവശം എനിക്ക് ഇച്ചിരി മീൻചാറും ആ തലയുമാണ് പ്രാധാന്യം. ഇവർക്കാണ് ഇങ്ങനെ. പിള്ളേർ കൂട്ടിക്കോളും കറി. ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഇവർക്കൂടെ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളൊന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.